വലിയ വലിയ മലകളെക്കുറിച്ച് നമുക്ക് എന്തറിയാം? കേട്ടിട്ടില്ലേ? ഖാഫ് മല, അബൂ ഖുബൈസ് മല, ജൂദി മല, ലബനാൻ മല, തൂരിസീന മല, സബീർ മല, തൂരിസീന മല. അങ്ങനെ എണ്ണുകയാണ് എങ്കിൽ 17ഓളം വലിയ മലകളെ നമുക്ക് എണ്ണാൻ കഴിയും. അള്ളാഹു ഭൂമിയെ സൃഷ്ടിച്ച സമയത്ത് മലക്കുകൾ ഒരഭിപ്രായം രേഖപ്പെടുത്തിയെന്നാണ്. അതായത് ഭൂമിയെ സൃഷ്ടിച്ച സമയത്ത് ഭൂമി ഇങ്ങനെ ഇളകുകയാണ്. ഒരാൾക്ക് ആർക്കും തന്നെ ആ ഭൂമിയുടെ മേൽ നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ കഴിയാത്ത രീതിയിൽ ആകെ ഇളകി മറിയുന്ന ഒരു ഭൂമിയെയാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മലക്കുകൾ അഭിപ്രായം പറഞ്ഞു, ഈ ഭൂമി കൊണ്ട് ഈ ഭൂമിയുടെ മേലിൽ ആർക്കും തന്നെ താമസിക്കാൻ കഴിയുകയില്ല എന്ന അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോഴാണ് വലിയ വലിയ മലകളെ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഭൂമിയുടെ ഇളക്കം നിർത്തിയത്. മലക്കുകൾ അത്ഭുതപ്പെട്ടു പറഞ്ഞു, ഇങ്ങനെ ഇളകി മറിയുന്ന ഈ ഭൂമിയെ നിലക്ക് നിർത്താൻ പറ്റുന്ന ഈ മലകളെ എന്തുകൊണ്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്നവർ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ വലിയ വലിയ മലകളും പാറമലകളൊക്കെ ഇവിടെ അള്ളാഹു സൃഷ്ടിച്ചത് ഭൂമിക്ക് ഇളകാതിരിക്കുവാൻ വേണ്ടി ഒരാണി പോലെയാണ്. അള്ളാഹു ഖുർആൻ പറയുന്നുണ്ട്, വജഅൽനാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബിഹിം വജഅൽനാ ഫീഹാ ഫിജാജൻ സുബുലൻ ലഅല്ലഹും യഹ്തദൂൻ. ഭൂമി മനുഷ്യരെയും കൊണ്ട് ചെരിഞ്ഞു പോകാതിരിക്കേണ്ടതിന് വേണ്ടി അതിൽ നാം ചില ഉറച്ച പർവ്വതങ്ങളെ സ്ഥാപിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് തങ്ങളുടെ ഉദ്ദിഷ്ട സ്ഥാനങ്ങളിൽ എത്തിച്ചേരേണ്ടതിനായി അതിൽ വിശാലമായ പല വഴികൾ നാം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.